അലൈക്കും. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഐസ്ക്രീമാണ്. ഇപ്പം മാമ്പഴത്തിൻ്റെ ഒക്കെ സീസണല്ലേ, അപ്പോൾ നമുക്ക് മാമ്പഴം വെച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഒരു ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ അതേപോലെ തന്നെ ബീറ്റർ ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് സ്വാദിഷ്ടമായിട്ട് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു മാങ്ങ ചെറുതായിട്ട് നുറുക്കിയത്, 1/2 ലിറ്റർ പാല്, ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. 500 ml പാലിൽ നിന്ന് ഞാൻ ഒരു 50 ml പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പാലിലേക്ക് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മൈദയോ അതല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ആട്ടപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇത് ഒട്ടും കട്ട കെട്ടാതെ വേണം കലക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഈ പാല് ഒരു പാനിൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാം. നമ്മൾ എടുത്തു വെച്ചേക്കണം പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 5 ടേബിൾ സ്പൂണ് പഞ്ചസാര നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ അതും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചേക്കണ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതേപോലെ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കും. ഇപ്പം ഏകദേശം പാല് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കേക്ക് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നന്നായി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കണ മാങ്ങ ഇതിലേക്ക് ഇട്ടെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ബ്ലെൻഡറിന് പകരം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. എങ്ങനെയായാലും മിക്സി ആയാലും ബ്ലെൻഡർ ആയാലും നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മാങ്ങയൊക്കെ നല്ലോണം ഇതിലേക്ക് അരഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇപ്പം ഇതിന് നല്ലൊരു കളറും ഉണ്ട്. ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നർ ഉപയോഗിക്കുന്നത് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് നന്നായി അടച്ചതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് 3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം ഏകദേശം ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മളത് ഒരു ഫോർക്കോ സ്പൂണോ ഒന്ന് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്ക് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളിത് അരച്ചെടുക്കുന്ന സമയത്ത് അത് ബ്ലെൻഡർ ആയിട്ടുണ്ടെങ്കിലും അതോ മിക്സി ആയിട്ടുണ്ടെങ്കിലും നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു കട്ട് ചെയ്തൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇത് ഓവർനൈറ്റ് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പം ഐസ്ക്രീം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നു നോക്കാം.
ഇത് മെൽറ്റായിട്ട് വരുന്നുണ്ട്. നമുക്കിത് മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പിസ്ത ചെറുതായിട്ട് നുറുക്കിയത് കുറച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു ക്രീമോ ഒരു എഗ്ഗോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല സ്വാദാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഒരു 5-6 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലുള്ള ഈ ചേരുവകൾ വെച്ചിട്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്.